ഗുഡ് മോർണിംഗ് ഗായ്സ്. കുറച്ച് പഴുത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് പോകാൻ കേട്ടോ. ഓൾറെഡി നിലത്ത് വീട് കിടന്നിരുന്ന മാങ്ങകളൊക്കെ ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും എടുത്തിട്ട് കിറ്റിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഈ കിറ്റ് നോക്കിയിട്ട് വേണം എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ് കിട്ടോ കിട്ടില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ബസ് കിട്ടിയിട്ടുണ്ട്, നമ്മള് ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് പണികളൊക്കെ തീർക്കാണ്ട് ഗൈസ്. അപ്പൊ ഞാനത് പോയിട്ട് തീർക്കട്ടെ. സോ അതിന്റെ ഇടയിലാണ് ഞാൻ ഒരു കാര്യം മറന്നുപോയത് ഗൈസ്. കിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മാങ്ങകളില്ലേ, അത് നമ്മുടെ ഭായിമാർക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ ഞാൻ അത് കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ അവരെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം വളരെയധികം എനിക്ക് ഇഷ്ടമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ മോർണിംഗ് ഫുഡൊന്നും കഴിക്കില്ല. അവർ ആകെ 2 ടൈംസ് മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ ഇപ്പൊ നാളെ കൊണ്ടുവന്ന് കൊടുക്കണം കാര്യം. ഇതിന്റെ ഇടയിൽ നമ്മുടെ മാർക്ക് എടുക്കുന്ന മെഷീൻ കംപ്ലൈന്റ് ആയി. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബൈ ആയിട്ടുള്ള റൂബിൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ ബൈമാരും അടിപൊളിയാണ്. ആളെ കൊണ്ടും എന്നെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് നിർത്തി ഗൈസ്. പിന്നെ ഞാൻ എന്റെ ബാക്കി പണികൾ തുടർന്നു. കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയിട്ട് അടിക്കട്ടെ. പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. 1 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ലഞ്ച് കഴിക്കും. പിന്നെ ഓരോ സ്ഥാപനം അനുസരിച്ച് ലഞ്ചിന്റെ ടൈമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കട്ടെ. ഇവിടെ ഞാനൊരു 1 മണി 1:15 ആകുമ്പോൾ ഞാൻ പോയി കഴിക്കാറുണ്ട്. മാമ്പഴ പുളിശ്ശേരിയും പിന്നെ അതുപോലെ തന്നെ ഉണക്ക പയറായിരുന്നു എനിക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. ചോറും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഒക്കെ നല്ല ഫുഡാണെന്ന് പറഞ്ഞാൽ ചൂടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.